സിറിയൻ ദൈവശാസ്ത്രത്തെക്കുറിച്ചും സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചും അന്തർദേശീയ സിംബോസിയം നടക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസും ചേർന്നാണ് ഈ സിംബോസിയം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി ദൈവശാസ്ത്ര പണ്ഡിതരാണ് സിംബോസിയത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന, അതായത് ജനുവരി 30 മുതൽ ആരംഭിക്കുന്ന സിംബോസിയം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലായി വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്തോലിക സെമിനാരിയിലാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ വടവാതൂരിൽ നടന്ന സമ്മേളനം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. In the footsteps of the apostle St. Thomas and countless Syriac saints who have blazed the path before us. May our discussion be enlightening, our fellowship strengthened, and our mission reinvigorated as we celebrate the timeless treasures of Syriac Christianity. With these words, with all my humility, I take the privilege to declare the symposium open. Thank you very much. സിനഡൽ കമ്മീഷൻ ചെയർമാനായ മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു. വടവാതൂർ സെമിനാരിയും ഇവിടെയുള്ള പൗരസ്ത്യ വിദ്യാപീഠവും കൂടെ ചേർന്ന് അന്താരാഷ്ട്ര സുറിയാനി സിംപോസിയം നടത്തുകയാണ്. അതിൽ പല വിദേശ സർവകലാശാലകളിൽ നിന്നും പ്രമുഖരായ ദൈവശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സഭ, സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും എല്ലാം സുറിയാനി പൈതൃകം പങ്കുപറ്റുന്ന സഭകളാണ്. അതുകൊണ്ട് തന്നെ ഈ സുറിയാനി ഭാഷയുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ സുറിയാനി ഭാഷയോടുള്ള താല്പര്യമൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കാനുമൊക്കെ ഈ ഒരു സിംപോസിയം കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല പേപ്പേഴ്സാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. വിവിധ 3 ദിവസമായിട്ട് അനേകം സ്കോളർലി ആയിട്ടുള്ള പേപ്പേഴ്സ് ഇവിടെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വിവിധ ഭാഷകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകർ ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലായി 40ഓളം പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. സെമിനാരി വിദ്യാർത്ഥികളും വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ 1000ഓളം ആളുകളാണ് വിദേശത്ത് നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. സുറിയാനി സിംബോസിയം അത് തീർച്ചയായിട്ടും സഭയുടെ ചരിത്രത്തിലെയും സെമിനാരിയുടെ ചരിത്രത്തിലെയും ഒരു നാഴികക്കല്ലായി തീരുകയാണ്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി സ്കോളേഴ്സ് ഈ മീറ്റിങ്ങിൽ പങ്കുചേരുന്നു എന്നുള്ളത് തന്നെ ഈ സിംബോസിയത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. സുറിയാനി ഭാഷയുടെയും സുറിയാനി ദൈവശാസ്ത്രത്തിൻ്റെയും സമ്പന്നതയെ കൂടുതൽ കണ്ടെത്തുവാനും അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാനും ഉള്ള ഒരു പരിശ്രമമാണ് നടക്കുക. അപ്പോൾ ഈ സുറിയാനി സിംബോസിയം എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്പെടട്ടെ എന്നും കൂടുതൽ സുറിയാനി ഭാഷയെ സ്നേഹിക്കുവാൻ ഏവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ പറയാറുണ്ട് 2 തരത്തിലുള്ള ദൈവശാസ്ത്രമുണ്ട്. വെസ്റ്റേൺ തിയോളജി, ഈസ്റ്റേൺ തിയോളജി എന്ന് പറയും. പാശ്ചാത്യ ദൈവശാസ്ത്രവും പൗരസ്ത്യ ദൈവശാസ്ത്രവും. നാം ആയിരിക്കുന്ന ഈ പ്രദേശം പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ ധാരാളമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു പ്രദേശമാണ്. ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് പൗരസ്ത്യ വിദ്യാപീഠം എന്നാണ്. പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് എന്നാണ്. ഈ കാലഘട്ടത്തിൽ ഈ സിംബോസിയത്തിൻ്റെ പ്രസക്തി ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും. ഈ കാലഘട്ടത്തിൽ ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം നമുക്കിവിടെയുണ്ട്, നമ്മുടെ ഈ സഭ. അപ്പോൾ ഈ സഭയെ കൂടുതൽ അറിയാനും കൂടുതൽ അടുത്തറിയാനും സഭയുടെ കോൺട്രിബ്യൂഷൻസിനെ കൂടുതൽ മനസ്സിലാക്കാനും അങ്ങനെ ആരാധനാക്രമം അതിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒക്കെ നമ്മുടെ ഈ കോൺഫറൻസ് നമ്മളെ സഹായിക്കും. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് ഈ പൗരസ്ത്യ സുറിയാനി മേഖലയിൽ. അവരെ പരിചയപ്പെടാനും അവരുടെ ദൈവശാസ്ത്ര സംഭാവനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ അവരുടെ ആ ദൈവശാസ്ത്രം, ധാർമ്മിക ദൈവശാസ്ത്രമുണ്ട്, ആത്മീയ ദൈവശാസ്ത്രമുണ്ട്, വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള ദൈവശാസ്ത്രങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ നമ്മളെ ഇത് ഏറെ സഹായിക്കും. ഇവിടെ നമുക്ക് ഈ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സഭാസമൂഹങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ളവരുണ്ട്, യാക്കോബായ സഭയിൽ നിന്നുള്ളവരുണ്ട്, മാർത്തോമാ സഭയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ള സഭാസമൂഹങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആൾക്കാരുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മലങ്കര സഭയിൽ നിന്നും
സിറോ മലബാർ സഭയിൽ നിന്നും ലത്തീൻ സഭയിൽ നിന്നുമൊക്കെ അംഗങ്ങൾ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം സഭ വളർന്നത് ലാറ്റിൻ, ഗ്രീക്ക്, സിറിയക് ട്രഡീഷനിലൂടെയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും കൾച്ചറുകളിലും വളർന്നു വന്നപ്പോൾ പ്രത്യേകമായിട്ട് സിറിയക് കൾച്ചറിനെ വളർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സിറോ മലബാർ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ സിറിയക് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഈ സിമ്പോസിയത്തോടനുബന്ധിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പഠനങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പബ്ലിക്കേഷൻസിലൂടെ, പുസ്തകങ്ങളിലൂടെ ഇതിനെ കണ്ടെത്തുവാനായിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ജേർണൽസ് അത് പരിചയപ്പെടുവാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ പഴയ മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് കണ്ടെത്തുവാനും അത് നോക്കുവാനും പരിശോധിക്കുവാനും വിശകലനം ചെയ്യുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ദൗത്യമാണ്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഈ സിറിയക് ട്രഡീഷനിലൂടെ രൂപപ്പെട്ട അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ മിശിഹാ രഹസ്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ദൗത്യമായിട്ടാണ് സഭ ഇതിനെ കാണുന്നത്. താങ്ക് യു. സുറിയാനി പാരമ്പര്യം എന്നത് വാസ്തവത്തിൽ ആദിമസഭയുടെ, പ്രത്യേകിച്ചും അപ്പസ്വലന്മാരുടെയൊക്കെ കാലത്തുള്ള ആ സഭയുടെ യഥാർത്ഥ ചൈതന്യത്തെയും ശൈലികളെയും ഒക്കെ വലിയ കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് സുറിയാനി പാരമ്പര്യം എന്നുള്ളത്. മറ്റ് സഭാ പാരമ്പര്യങ്ങളുമായി അധികം ബന്ധപ്പെടാത്തത് കൊണ്ടാകാം ഇത്തരത്തിൽ ഏറ്റവും പുരാതനങ്ങളായിട്ടുള്ള ആ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കാൻ സുറിയാനി പാരമ്പര്യത്തിന് കഴിഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം പെർഷ്യൻ സാമ്രാജ്യത്തിലായിരുന്നതിനാൽ സുറിയാനി സഭയ്ക്ക് മറ്റ് സഭാ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ പിന്നീട് നെസോറിയനിസത്തിൻ്റെ പേരിൽ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തെ ഒറ്റപ്പെടുത്തിയപ്പോൾ, ആ സഭകളെ ഒറ്റപ്പെടുത്തിയപ്പോഴും സുറിയാനി പാരമ്പര്യത്തിൽ പുരാതനമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് വലിയ മാറ്റമില്ലാതെ തുടർന്നു. ഇന്നതൊരു വലിയ അനുഗ്രഹമായി ഭവിച്ചിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ കാലത്തും ശ്ലീഹന്മാരുടെ കാലത്തുമൊക്കെ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാടുകളും ജീവിത ശൈലികളുമൊക്കെ പലതും വലിയ വ്യത്യാസം കൂടാതെ യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്ന വണ്ണം സുറിയാനി പാരമ്പര്യത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. സുറിയാനി ഭാഷയിലൂടെ വേണം നമുക്ക് വാസ്തവത്തിൽ ആ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് എത്തുവാൻ. ഫെബ്രുവരി 1 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ CT അരവിന്ദ് കുമാർ അധ്യക്ഷത വഹിച്ച് സമാപന സന്ദേശം നൽകും. കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സുറിയാനി പൈതൃകത്തെ കണ്ടെത്താനും പ്രചരിപ്പിക്കാനും ഉത്തേജനം നൽകുന്ന ഒന്നായി സിമ്പോസിയം മാറുമെന്ന് പ്രത്യാശിക്കാം. ദൈവത്തിന് സ്തുതി.